വൈശാലി ഭാഗം 7. വീടിന്റെ ഗേറ്റ് കടന്നതും വിഷ്ണു ഒന്ന് നിന്നു. അതേസമയം തന്നെയാണ് വൈശാലി വീടിന്റെ വാതിൽ തുറന്നു പുറത്തേക്കിറങ്ങി വന്നതും. അവളെ കണ്ടതും വിഷ്ണു അവിടെ തന്നെ നിന്നു. അകത്തേക്ക് കയറാം. വൈശാലി പറഞ്ഞതിന് ശേഷമാണ് വിഷ്ണു അകത്തേക്ക് കയറിയത്. അവളുടെ പിറകെ തന്നെയായി വിഷ്ണുവും അകത്തേക്ക് കയറി. മുൻപ് ഒരു തവണ മാത്രമാണ് ഈ വീട്ടിൽ കയറിയിട്ടുള്ളത്. അന്നും അധികം ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. കയറി വരുമ്പോൾ തന്നെ നേരെ കാണുന്നത് പൂജാമുറിയാണ്. അവന്റെ ശ്രദ്ധ അങ്ങോട്ട് പോയി. താൻ കൊടുത്ത മയിൽപീലിയും താമരയും അവിടെ ഇരിക്കുന്നത് അവൻ കണ്ടു. കൃഷ്ണവിഗ്രഹത്തിന്റെ അരികിലായി തന്നെ ഒരു ഉരുളിയിൽ മഞ്ചാടിക്കുരുക്കളുമുണ്ട്. അതൊക്കെ നോക്കി അവൻ അകത്തേക്ക് നടന്നു. ഹാളിലായി ഇട്ടിരിക്കുന്ന ചെറിയ കൗച്ചിൽ ഇരുവരും ഇരുന്നു. വിഷ്ണു ഇരുന്നതിന്റെ നേരെ എതിരായിട്ടാണ് വൈശാലി ഇരുന്നത്. എന്താ സംസാരിക്കണമെന്ന് പറഞ്ഞത്? കുറച്ചു സമയമായിട്ടും ഒന്നും വൈശാലി മിണ്ടുന്നില്ലെന്ന് കണ്ടതും വിഷ്ണു തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു. വിഷ്ണു, ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്ത് തീരുമാനിച്ചു? എന്ത് കാര്യം? ഗൗരവത്തിൽ തന്നെയാണ് വിഷ്ണു അത് അവളോട് തിരികെ ചോദിച്ചത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നോടുള്ള സ്നേഹം മറക്കണമെന്ന്. അത് പറ്റില്ലെന്ന് അന്ന് തന്നെ ഞാനും തിരിച്ചു പറഞ്ഞിരുന്നു. പറ്റില്ലെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. വിഷ്ണുവിന് ആകെ ഒരു മുത്തശ്ശി മാത്രമാണുള്ളത്. മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിനക്കാരും ഇല്ലാതെയായി പോവും. സമാധാനത്തിൽ അവൾ അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ തനിക്കാരാണുള്ളത്? വിഷ്ണു ഉടനെ തന്നെ അവളോട് തിരികെ ചോദിച്ചു. ആ ചോദ്യത്തിൽ വൈശാലി ഒന്ന് പതറി. അവൾക്കുത്തരം കിട്ടാത്തതുപോലെ അവൾ വിളറിയ മുഖത്തോടെ അവനെ നോക്കി. വിഷ്ണുവിന് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നുണ്ട്, നന്നായി മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയുന്നത് തനിക്കാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് വൈശാലി. വിഷ്ണു അതിനെ എതിർത്ത് പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. അത് പറഞ്ഞ് വൈശാലി ഒന്ന് നിർത്തി. പറയുന്നത് ബാക്കി പറയൂ വൈശാലി. നീ എന്നെ മറന്ന് മറ്റൊരു വിവാഹം കഴിക്കണമെന്ന്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറയുന്നത് കേട്ടതും അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. എൻ്റെ കണ്ണിലേക്ക് നോക്കി പതറാതെ ഇപ്പോൾ പറഞ്ഞത് തനിക്ക് ഒന്നുകൂടി പറയാനാവോ? വൈശാലി മുഖം താഴ്ത്തി കളഞ്ഞു. വിഷ്ണു ഒന്ന് പുഞ്ചിരിച്ചു. താൻ മറ്റൊരു വിവാഹം ചെയ്താൽ ഞാൻ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാം. വിഷ്ണു തീരുമാനം പോലെ പറഞ്ഞതും വൈശാലി അവനെ ഞെട്ടലോടെ നോക്കി. ഇല്ല, ഞാൻ ആരെയും വിവാഹം ചെയ്യില്ല. ആരെയും എനിക്ക് വിവാഹം ചെയ്യണ്ട. ഒരു തരം പുലമ്പലോടെ വൈശാലി പറഞ്ഞു. അതെന്താ വിവാഹം വേണ്ടെന്ന് പറയാൻ? എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതിൽ നിങ്ങൾ അഭിപ്രായം പറയാൻ വരണ്ട. ദേഷ്യത്തോടെ തന്നെ വൈശാലി അവനോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ താൻ എൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. വിഷ്ണു സമാധാനത്തോടെയാണ് സംസാരിക്കുന്നത്. ശരി, ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് വേണ്ടി കാത്തിരിക്കരുത്. ഇന്ന് വന്നത് നല്ല ആലോചനയാണ്. ആ കുട്ടിയെ വിവാഹം ചെയ്തൂടെ? ശബ്ദം അല്പം താഴ്ത്തിക്കൊണ്ട് വൈശാലി അവനോട് ചോദിച്ചു. ഓ, അപ്പോൾ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടുള്ള വിളിയായിരുന്നു അല്ലേ? പുച്ഛത്തോടെ അവളോട് വിഷ്ണു ചോദിച്ചു. മുത്തശ്ശിയെ എൻ്റെ പേര് പറഞ്ഞ് വിഷമിപ്പിക്കരുത്. ഇല്ല, വിഷമിപ്പിക്കില്ല. അവനും തിരികെ പറഞ്ഞു. അത് കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. വൈശാലി, അവൻ അവളെ അരുമയായി വിളിച്ചു. അവൾ അവനെ മുഖമുയർത്തി നോക്കി. തനിക്ക് എൻ്റെ കൂടെ വന്നൂടെ? പൊന്നുപോലെ നോക്കാമെന്നൊന്നും പറയുന്നില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ നോക്കാം. വിഷമിപ്പിക്കില്ല. വിഷ്ണു അവളോട് അത്രയും ആർദ്രമായ ശബ്ദത്തിൽ പറഞ്ഞതും അവൾ ഒരു നിമിഷത്തേക്ക് എല്ലാം മറന്ന് അവനെ തന്നെ നോക്കിയിരുന്നു പോയി. വിഷ്ണു അവളുടെ മറുപടിക്കായി ചെവി കോർത്തു. ഞാൻ കൊണ്ടുപോക്കോട്ടെ? ആർദ്രമായ ശബ്ദത്തിൽ വിഷ്ണു വീണ്ടും ചോദിച്ചതും ഒരു പിടച്ചിലോടെ വൈശാലി അവനിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചു. അവളുടെ കണ്ണുകളാകെ ചുവന്ന് കലങ്ങി. വേണ്ട വിഷ്ണു, ഞാൻ വേണ്ട. ഇടറിയ ശബ്ദത്തിൽ അവൾ അവനോട് പറഞ്ഞു. അവൻ അവളുടെ കൈ അവൻ്റെ കൈക്കുള്ളിലാക്കി. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. എന്തെങ്കിലും കാരണമുണ്ടോ? അവൻ ചോദിച്ചതും അവൻ്റെ കൈക്കുള്ളിൽ നിന്നും അവൾ കൈകൾ പിൻവലിച്ചു. ശേഷം അവൾ ഇല്ലെന്ന് തലയാട്ടി. പക്ഷേ അവളെ അലട്ടുന്ന എന്തോ പ്രശ്നമുണ്ടെന്നവന് അവളുടെ കണ്ണുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. വിഷ്ണു പൊയ്ക്കോ. അവളുടെ ഉള്ളിൽ സങ്കടങ്ങൾ തിങ്ങി നിറഞ്ഞു. ഒരു നിമിഷം അവൻ്റെ മുന്നിൽ വെച്ച് താൻ കരഞ്ഞു പോയാലോ എന്ന് ചിന്തിച്ച് അവൾ അവനിൽ നിന്നും മുഖം തിരിച്ചു പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ടുവെങ്കിലും അവളെ അങ്ങനെയൊരവസ്ഥയിൽ വിട്ടുപോരാനുള്ള മനസ്സ് അവനുണ്ടായില്ല. വീണ്ടും അവിടെ തന്നെ ഇരിക്കുന്നവനെ വൈശാലി കണ്ണുകൾ ഉയർത്തിയൊന്ന് നോക്കി. ഇപ്പോൾ പോകാം, പക്ഷേ ഇനിയും ഞാൻ വരും. തൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് തൻ്റെ കണ്ണുകൾ എന്നോട് പറയുന്നുണ്ട്. ആ സത്യത്തെ വെറുതെ താൻ നാവിനാൽ വളച്ചൊടിക്കാൻ ശ്രമിക്കണ്ട. അത്രയും പറഞ്ഞ് വിഷ്ണു എഴുന്നേറ്റു. പുറത്തേക്ക് നടന്നു പോകുന്നവനെ അവൾ അവിടെ ഇരുന്ന് തന്നെ കാണുന്നുണ്ടായിരുന്നു. എങ്കിലും അവിടെ തന്നെ ഇരുന്നു. അകത്തേക്ക് വന്ന് ഹാളിലെ ഒരു അരികിലായി മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അമ്മയുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ട്. അവൾ നേരെ വന്നു നിന്നത് അതിൻ്റെ മുന്നിലാണ്. അവൾ അവരുടെ 3 പേരുടെയും ഫോട്ടോ മാറി മാറി നോക്കി. എല്ലാവരും എന്നെ തനിച്ചാക്കി പോയി. എനിക്കിവിടെ ആരാ ഉള്ളത്? ഇങ്ങനെ ഈ വേദനകളുടെ നടുക്ക് കിടന്നുരുകാൻ വേണ്ടിയാണോ എന്നെ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്?
എല്ലാവരും അവരവരുടെ കാര്യം നോക്കിപ്പോയി. പോയപ്പോൾ എന്നെയും കൊണ്ടുപോകാമായിരുന്നില്ലേ? പിച്ചും പേയും പറയും കണക്ക് അവൾ ആ ഫോട്ടോ നോക്കി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവർ തന്നെ കൂടെ കൊണ്ടുപോയാൽ എനിക്കാരാ ഉണ്ടാവുക? പെട്ടെന്ന് വാതിൽപ്പടിയിൽ നിന്നും വീണ്ടും അവൻ്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അവിടെ കൈകൾ രണ്ടും മാറിൽ പിണച്ചു കെട്ടി ഗൗരവത്തോടെ തന്നെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. അവൾ അവനിൽ നിന്നും മുഖം തിരിച്ചു കളഞ്ഞു. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ വെറുതെ ചിന്തിച്ചു കൂട്ടരുത് വൈശാലി. ഒറ്റയ്ക്കാണെന്ന ചിന്തയും വേണ്ട. അത് പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു. അവൻ്റെ സ്വഭാവത്തിലും പ്രവൃത്തിയിലുമെല്ലാം പതിവിലും വിപരീതമായി ഗൗരവം മാത്രം നിറഞ്ഞു നിൽക്കുന്നു. അവൻ പോയതും അവൾ ആദ്യം പോയി വാതിലടച്ചു. വാതിലടച്ച് അതിലേക്ക് ചാരി നിലത്തേക്ക് അവൾ ഊർന്നിരുന്നു. പെയ്യാൻ വെമ്പി നിന്നിരുന്ന ആകാശം കണക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതെ, 2 വർഷത്തിന് ശേഷം അന്ന് വൈശാലി കരഞ്ഞു. അവളുടെ പ്രിയപ്പെട്ടവന് വേണ്ടി. തൻ്റെ ഈ നശിച്ച ജന്മത്തോട് അവൾക്ക് തന്നെ വെറുപ്പ് തോന്നിപ്പോയി. ഇന്നുവരെ ജീവിതത്തിൽ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. അല്ലെങ്കിലും ആഗ്രഹിക്കാനുള്ള യോഗ്യത തനിക്കില്ലെന്നറിയാം. അങ്ങനെയുള്ള താൻ എന്തിനൊരു നിമിഷമെങ്കിലും വിഷ്ണുവിനെ ആഗ്രഹിച്ചു എന്നത് അവളിൽ വല്ലാത്തൊരു നോവ് സൃഷ്ടിച്ചു. എന്നാൽ വീട്ടിലേക്കെത്തിയ വിഷ്ണു മുത്തശ്ശിയോട് ഭക്ഷണമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നേരെ വന്ന് മുറിയിൽ കട്ടിലിൽ കിടന്നു. വൈശാലിയിലേക്ക് എത്തുക അത്ര എളുപ്പമല്ലെന്ന് ഇപ്പോൾ മനസ്സിലിരുന്ന് ആരോ പറയും പോലെ. അവൻ്റെ മനസ്സിൽ അമ്പലത്തിൻ്റെ അരികിലുള്ള മഞ്ചാടി മരത്തിൻ്റെ ചോട്ടിൽ നിന്നും മഞ്ചാടി പിറക്കിയെടുക്കുന്ന ഒരു 15 വയസ്സുകാരി നിറഞ്ഞു നിന്നു. അവളുടെ ഇടംപല്ല് കാട്ടിയുള്ള ചിരി ഓർമ്മ വന്നു. അവൻ്റെ ഹൃദയം സാന്ദ്രമായി. ആ ഓർമ്മയിൽ തന്നെ അവൻ്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. വൈശാലി. അവൻ്റെ ഹൃദയം അവളുടെ പേര് ഉച്ചരിച്ചുകൊണ്ടിരുന്നു. പ്രണയം എന്നൊരു വികാരം ഈ ജീവിതത്തിലുണ്ടെങ്കിൽ അത് അവളോട് മാത്രമാണ്. ഒരു പൊടിമീശക്കാരന് അന്നത്തെ പാവാടക്കാരിയോട് തോന്നിയ പേരറിയാത്ത വികാരം അതിന്ന് വളർന്ന് മനസ്സിലാകിയ ഭ്രാന്തമായി ചേക്കേറിയ പ്രണയമായി മാറിയിരിക്കുന്നു. എല്ലാം ശരിയാകുമെന്നൊരു പ്രതീക്ഷ അവൻ്റെ മനസ്സിൽ വിരിഞ്ഞു. അവളുടെ പ്രശ്നങ്ങളെല്ലാം അന്വേഷിച്ചറിയണം. അവളുടെ വേദനകൾക്ക് മരുന്നാവണം. അവളിലെ നോവിനെ സ്നേഹം കൊണ്ട് മൂടണം. അവൻ മനസ്സിൽ ഓരോ തീരുമാനങ്ങൾ എടുത്തു. ഒരിക്കലും വൈശാലിയെ വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച തീരുമാനം. വൈശാലി അങ്ങനെ തന്നെ അവിടെ ഇരുന്നു. മനസ്സിലെ വേദനകളെല്ലാം ഒന്നായി പുറത്തേക്ക് വരുന്നത് പോലെ. ഇത്ര നാളുമുള്ള സങ്കടങ്ങളെല്ലാം കണ്ണീരിൻ്റെ രൂപത്തിൽ അവളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അതെല്ലാം തടഞ്ഞു നിർത്താതെ അവൾ ഒഴുക്കിവിട്ടു. പക്ഷേ എത്ര ചോദിച്ചിട്ടും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം അവളിൽ ബാക്കിയായി. ആ ചോദ്യമാണ് അവൾക്ക് വിഷ്ണു. കരഞ്ഞിരുന്ന് എപ്പോഴോ അവൾ അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയി. രാവിലെ പതിവ് സമയത്ത് തന്നെയാണ് വൈശാലി ഉണർന്നത്. എന്നാൽ താൻ എവിടെയാണ് ഉറങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ അവൾക്കൊരു നിമിഷം വേണ്ടി വന്നു. നന്നായി കരഞ്ഞതുകൊണ്ട് തന്നെ തലയ്ക്കാകെ ഒരു ഭാരം പോലെ തോന്നി. മാത്രമല്ല കൺപോളകളെല്ലാം വീർത്തിരിക്കുന്നു. മുഖവും അങ്ങനെ തന്നെ വീർത്ത് കെട്ടിയിരിക്കുകയാണ്. അടുത്ത് തന്നെ ലീവ് എടുത്തത് കൊണ്ട് ഇനി വീണ്ടും ലീവ് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവൾ വേഗം ഒരുങ്ങിയിറങ്ങാൻ തീരുമാനിച്ചു. ഒന്ന് കുളിച്ചപ്പോൾ തന്നെ തലവേദനയ്ക്കൊരൽപ്പം ആശ്വാസം കിട്ടി. പക്ഷേ മുഖം അപ്പോഴും അങ്ങനെ തന്നെ വീർത്തിരിക്കുകയാണ്. കോളേജിലേക്ക് ഇറങ്ങിയപ്പോൾ അവളുടെ കണ്ണുകൾ വിഷ്ണുവിൻ്റെ വീട്ടിലേക്കൊന്നും നോക്കാതെ ഇരുന്നില്ല. കാരണം ഈയൊരു സമയത്ത് തന്നെയാണ് വിഷ്ണു ബാങ്കിലേക്ക് പോകാനായി ഇറങ്ങുന്നത്. പക്ഷേ വിഷ്ണുവിനെ അവിടെ കണ്ടില്ല. പതിവ് പോലെ ക്ലാസ് കഴിഞ്ഞ് ഫ്രീ പീരീഡിൽ സ്റ്റാഫ് റൂമിൽ ഇരിക്കുകയാണ് വൈശാലി. എന്താ വൈശാലി ടീച്ചറെ, വയ്യേ? മുഖമാകെ വല്ലാതിരിക്കുന്നു. ചോദിച്ചത് ശ്യാമ ടീച്ചറാണ്. കോളേജിൽ വൈശാലി അല്പം മയത്തിൽ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ശ്യാമ ടീച്ചറിനോട് മാത്രമാണ്. ഒന്നുമില്ല ടീച്ചറെ, ഒരു ചെറിയ തലവേദന. വരുത്തി തീർത്തൊരു പുഞ്ചിരിയോടെ വൈശാലി പറഞ്ഞു. പിന്നെയും തന്നോട് എന്തോ പറയാനുള്ളതുപോലെ ഇരിക്കുന്ന ശ്യാമ ടീച്ചറെ വൈശാലി ശ്രദ്ധിച്ചിരുന്നു. എന്താ ടീച്ചറെ, എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? വൈശാലി അവരോട് ചോദിച്ചു. അത് പിന്നെ ടീച്ചറോടൊരു കാര്യം പറയാനുണ്ട്. പക്ഷേ അല്പം പേഴ്സണലായിട്ടുള്ളതാണ്. ഒരു പരുങ്ങലോടെ ചോദിക്കുന്ന ശ്യാമ ടീച്ചറെ വൈശാലി സംശയത്തോടെ നോക്കി. സ്റ്റാഫ് റൂമിൽ മറ്റുള്ള ടീച്ചേഴ്സ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ശ്യാമ ടീച്ചറിനെ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വൈശാലിക്ക് മനസ്സിലായി. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് വൈശാലി വരുന്നത് കാത്ത് കോളേജ് ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ശ്യാമ ടീച്ചർ. അവരുടെ മുഖത്ത് അല്പം പരിഭ്രമമില്ലാതില്ല. കാരണം ആരുമായും അധികം ഇടപഴകാത്ത രീതിയാണ് വൈശാലിക്ക്. അങ്ങനെയുള്ളപ്പോൾ താൻ ഈയൊരു കാര്യം പറഞ്ഞാൽ അതവൾ എങ്ങനെ എടുക്കും എന്നുള്ളൊരു ആദ്യം അവർക്കുണ്ടായിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.